സുരഭി സുഹാസിനി അതിപ്പം സെക്കൻഡ് പാർട്ടായിട്ട് വരാൻ പോകുന്നു. അതിനകത്ത് ഞാൻ സുരഭി ഇല്ല, അത് മീൻസ് ഞാനില്ല, മുമ്പ് ഉണ്ടായിരുന്ന സുരഭി ഇല്ല, എനിക്ക് പകരമായിട്ട് വേറൊരു പെൺകുട്ടി. ഗൈസ്, എക്സ് മീ ഡാനി. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു, അമൃത ചേച്ചി. അപ്പം ആ വീഡിയോ ക്ലിക്ക് ചെയ്തെല്ലാം നോക്കിയപ്പം അമൃത വർഷൻ കണ്ണൻ്റെ ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ ഉണ്ടപ്പോൾ നല്ല വീഡിയോ, നല്ല അഭിനയം, ഒരു രക്ഷയില്ലാത്ത അഭിനയം. ഓക്കെ, അതിൻ്റെ ക്യാപ്ഷൻ വായിച്ചു നോക്കിയപ്പോഴാണ് എന്താ പറയുക, കുറച്ച് ദിവസം അവർക്കുണ്ടായ സിറ്റുവേഷനാണ് അത് ഈ പറയുന്നത്. സത്യത്തിലാണ് എനിക്ക് എന്നിട്ടും കാര്യം അങ്ങോട്ട് കത്തിയില്ല, സത്യം പറയാലോ, കാര്യം കത്തിയില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ തപ്പിപ്പോയപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കലാകാരൻ കണ്ണഞ്ചി നാഥ് സാറിൻ്റെ മോളാണ്. അവരുടെ പാരമ്പര്യം 10-73 വർഷത്തെ പാരമ്പര്യമൊക്കെ ഉള്ളതാണ് അവർക്ക്. അവർ ഫാമിലി ഫുള്ള് ഇതാണ്, കലാകാരാണ്. ക്യാപ്ഷനെല്ലാം വായിച്ചു നോക്കിയപ്പോഴാണ് 5 എപ്പിസോഡ്, ആ പുതിയ സീരിയലിൻ്റെ 5 എപ്പിസോഡ് അവർ ഷൂട്ടിങ് ചെയ്തു. അതായത് എത്ര 30 ലക്ഷം രൂപയോളം ചിലവ് ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ 14 എപ്പിസോഡിൻ്റെ കണ്ടന്റും ഷൂട്ട് ചെയ്തതെന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അത് മൊത്തം വായിച്ചു നോക്കുമ്പം കുറേ മേഡത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഏത് സീരിയലാണെന്ന് തപ്പിപ്പോയി സത്യത്തിൽ. ഞാൻ അവർ തന്നെ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആദ്യം കേട്ടോ. അമൃത വർഷ നായികയാകുന്ന സൂസു സുരഫിയും സുഹാസിനി, നമ്മുടെ അനു അഭിനയിച്ച സീരിയലാണത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് തോന്നുന്നു. പിന്നെ സിൽക്കോമിൻ്റെ കോമഡി വിത്ത് കുടുംബകഥ, ഒരു ചെറിയ ലൊക്കേഷൻ വിശേഷം. എൻ്റെ മകൾ, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. പ്രാർത്ഥനയോടെ കണ്ണഞ്ചിനാഥും കലാകാരനും കുടുംബവും. മകൾ ആദ്യമായി അഭിനയിക്കുന്ന ഒരു വലിയ ചാനലിലെ വലിയ ബാനറിലുള്ള ഒരു സീരിയൽ. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ജീവിതം. പരമാവധി ഷെയർ ചെയ്യണം. ഒത്തിരി ഇടങ്ങളിൽ എത്തേണ്ട വിശേഷങ്ങളാണ്. കുറച്ച് വിശേഷങ്ങളുമായി മുന്നോട്ട് തന്നെ. നല്ല ഡയറക്ടർ, നല്ല ക്യാമറമാൻ, നല്ല സഹപ്രവർത്തകർ, എല്ലാത്തിനും ഉപരി നല്ലൊരു പ്രൊഡ്യൂസർ റോയ് പി ആൻ്റണി, ഡയറക്ടർ രാജേഷ് തലച്ചിറ, കൊള്ളാലോ. ക്യാമറ VK സിദ്ധാർത്ഥൻ. ഓക്കെ, അസോസിയേറ്റ് ആരാ? മധു അണ്ണൻ. അതിനകത്ത് അഭിനയിക്കുന്ന മല്ലിക സുകുമാരൻ, മഞ്ജു പത്രോസ്, അമൃത വർഷ കണ്ണൻ, സിദ്ധാർത്ഥ് പ്രഭു, അശ്വതി, അനു ജോജി, ജയറാം, സാബു, ജയകുമാർ, ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. സീരിയലിൻ്റെ ഞാൻ പോയി തപ്പിയപ്പം നമ്മുടെ സുരഭിയായി അഭിനയിച്ചത് അനുവാണ് അഭിനയിച്ചത്. അനു അതിൻ്റെ സെക്കൻഡ് പാർട്ടിലില്ല. അതിൻ്റെ മീൻസ് കമൻസ് ബോക്സ് മൊത്തം നോക്കി അനു ഇല്ലെങ്കിൽ ഞാൻ ഈ സീരിയൽ കാണത്തില്ല, ഞങ്ങൾ ആരും കാണത്തില്ല, അനു തന്നെ മതി എന്നുള്ള രീതിയിലാണ് കമൻറ്റ് മൊത്തം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അനു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വീഡിയോ വെച്ച് തരാം. വണ്ണമുള്ള ഒരാളെ വേണമെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് പകരമായിട്ട് വേറൊരു പെൺകുട്ടി, അവർക്ക് ക്യാരക്ടർ കുറച്ചും കൂടെ ചേഞ്ച് വരുത്തണമെന്ന് പറഞ്ഞു, ചാനലിൽ നിന്ന് പറഞ്ഞു. ഇച്ചിരി തടിയുള്ള ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞു, ആ ഒരു ക്യാരക്ടറിന് ആക്ട് ആയിട്ടുള്ള. അപ്പോൾ അവർ അങ്ങനെ ചൂസ് ചെയ്തു. ഇപ്പോൾ കിട്ടി, ഇപ്പോൾ ഷൂട്ട് തുടങ്ങിയെന്ന് പറയുന്നു. വിഷമമില്ല, വിഷമം എന്താ, അല്ല വിഷമം അങ്ങനെ ചോദിച്ചാലില്ല. കാരണം നല്ലൊരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് ചെയ്തു. പിന്നെ മല്ലികമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഡയറക്ടർ തന്നെയാണ് അഭിവേഴ്സ് ഭംഗി തുടങ്ങുന്നത്. പുള്ളി തന്നെ പറഞ്ഞത് ഇത് ചാനലിൽ നിന്നുള്ള തീരുമാനമാണ്, നമുക്ക് ക്യാരക്ടർ മാറ്റി പിടിക്കുക എന്നുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പം വർക്കുണ്ട്. സ്റ്റാർ മാജിക്കും അഭിവേഴ്സ് മൈയും പിന്നെ ഈ പറയുന്ന കുഞ്ഞു ഇനാഗുറേഷനും ഒക്കെ ആയിട്ട് പുറത്ത് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് തലയിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വിഷമം അങ്ങനെയൊന്നുമില്ല. ആരിപ്പോൾ അഭിനയിച്ചാലും നന്നായിരിക്കണം, അത്രയേ ഉള്ളൂ. മറ്റു പാട്ട് മല്ലികാമ്മയ്ക്ക്, അതായത് മല്ലിക സുകുമാരന് വയ്യാതായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാതെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ സീരീസ് അങ്ങനെ കണ്ടിട്ടില്ല, യൂട്യൂബിൽ വന്നു പോയി ഇങ്ങനെ നമ്മൾ മാറ്റത്തില്ലേ, അങ്ങനെ കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അന്ന് അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു. അനുവിന് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോഴാണ് ക്യാരക്ടർ ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഡയറക്ടർ പറയുണ്ടായത്. അതായത് ഇച്ചിരി വണ്ണമൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ അമൃത വർഷ ഈ സീരിയലിലേക്ക് വരുന്നത്. അങ്ങനെ 5 എപ്പിസോഡ് ഷൂട്ടിങ് ചെയ്തു. ഈ പറയുന്ന പോലെ 10-14
എപ്പിസോഡിൻ്റെ കണ്ടന്റും ഷൂട്ട് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വർഷയുടെ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ അശ്വതിയും മഞ്ജു പത്രോസൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സീരിയലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അവിടുത്തെ അഭിനയിച്ചവർ തമ്മിലുള്ള ഒരു വിഷയം കാര്യങ്ങളൊക്കെ അറിയാം. പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെല്ലാം മെയിനായിട്ട് നമ്മുടെ കണ്ണൻ സാറ് ഒരു പോസ്റ്റ് ഇട്ട്, ഞാൻ ആദ്യം ഒരു പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് ഭാഗമല്ല ഞാനിങ്ങനെ എൻ്റെ വാഗുകൊണ്ട് പറഞ്ഞതല്ലേ, നമുക്കത് പോസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു പ്രേമകഥയല്ല, അച്ഛൻ്റെ ചക്കരമോൾ, അമൃതവർഷ കണ്ണൻ. ഇത് മുഴുവനും വായിക്കുക. കഴിഞ്ഞ ദിനം എൻ്റെ കുഞ്ഞ് ഏറെ വിഷമിക്കേണ്ടി വന്നു ഒരു കഥയാണ്. ഒരു പ്രമുഖ ചാനലിലും ഏറെ പ്രായമായ ഒരു താരവും ഒരു നായികയും കുറേ പ്രവർത്തകരും ചേർന്ന് ഈഗോ ക്ലാഷിൽ ബലിയാടായത് പാവം എൻ്റെ കുട്ടിയാണ്. തളർത്താനാവില്ല, കാരണം രക്തത്തിലുള്ളതാണ് കല. എല്ലാം മുകളിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ട്. ഞങ്ങൾ വേദനിപ്പിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ. പൗഡർ ഇട്ടും വെളുപ്പിക്കാനാവുന്നതല്ല ജീവിതമെന്ന് പ്രഹേളിക. പറഞ്ഞ വാക്കുകളും എറിഞ്ഞ ആയുധങ്ങളും തിരിച്ചെടുക്കാനാവില്ലല്ലോ മാഡം. മാഡം എന്ന് പറഞ്ഞ ആരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. മല്ലിക ചേച്ചി? അറിയത്തില്ല. ഞങ്ങൾ സുഖചിന്തയോടെ മുന്നോട്ട് തന്നെ. തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണല്ലോ മാഡം. പ്രളയവും പേന്മാരെയും കൊറോണയും എന്തൊക്കെ നമ്മൾ അനുഭവിച്ചു. എന്നാലും മനുഷ്യൻ്റെ സ്വഭാവം മാറില്ല, അഹങ്കാരം മാറില്ല, സ്വന്തം കാര്യം എല്ലാവർക്കും ചിന്താവാം. 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് തുടങ്ങുന്ന സ്വന്തം സ്വപ്നങ്ങളെ കടലോളം വലിയ സത്യമാക്കാൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കും, പരിശ്രമിക്കും. പക്ഷെ അവരുടെ സൗന്ദര്യത്തെയോ ശരീരഭാഷയുടെയോ സാമ്പത്തിക അവസ്ഥയുടെയോ അടിസ്ഥാനത്തിൽ ചവിട്ടി അരയ്ക്കുമ്പോൾ തകരുന്ന മനസ്സ്. സ്ഥിതികൾ മാറേണ്ടതാണ് എന്ന് വാക്കാൽ മാത്രം പറയുന്ന ഒരു സമൂഹമാണ് ഇന്നും. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മളെ സ്നേഹിക്കുന്നവർ. ഇത് കാണുന്നതിലുപരി ക്യാപ്ഷൻ വായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം, അതായത് വീഡിയോയുടെ. ഓക്കെ, പ്ലീസ് ഷെയർ. ഇതിൽ മകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലിസർ ഇട്ടിട്ടില്ല. ഇതൊരു കുടുംബത്തിൻ്റെ കണ്ണീരാണ്. എടുത്ത 10 എപ്പിസോഡും ചാനലിൽ വന്നതിന് ശേഷം അഭിനയം മോശമാണെങ്കിൽ എൻ്റെ മോളെ മാറ്റാമായിരുന്നു. അതല്ലേ ശരി? അത് അങ്ങനെയല്ലേ വേണ്ടത്? ഇത് 30 ലക്ഷം മുടക്കി 5 എപ്പിസോഡുകളും പരിപൂർണമാക്കുകയും 14ഓളം എപ്പിസോഡുകൾ കണ്ടന്റ് ഷൂട്ട് ചെയ്യുകയും ചെയ്ത ഒരു നല്ല മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ വീഡിയോ അമൃതവർഷയുടെ ഈ അവസ്ഥ അറിഞ്ഞ് ചെന്നൈയിൽ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ നിർമ്മിച്ചതാണ്. ഓക്കെ, അമൃതയെ മാറ്റിയിട്ടുണ്ട് ഈ സീരിയലിൽ നിന്ന്, നമുക്ക് മനസ്സിലാക്കാം. 5 എപ്പിസോഡും ഷൂട്ടും കഴിഞ്ഞ് അപ്പം അച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ഓക്കെ, ഇപ്പം റിലീസ് ചെയ്തിട്ട് ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമില്ലെന്ന് അറിയണ്ടേ? ഓക്കെ, അഭിനയം മോശമാണെങ്കിൽ അതറിയണ്ടേ? ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവരുടെ ഓരോ വീഡിയോസ് ഇൻസ്റ്റയിലാണെങ്കിൽ ഇവർ പാടുന്ന പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. പിന്നെ ഇപ്പം അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സാണ് ആ ഒരു വീഡിയോ എടുത്തത്. ആ വീഡിയോയിൽ അവർ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് അവർ ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വായിച്ചില്ലേ, എൻ്റെ വായന ഇച്ചിരി കണക്കാണ്, ഓക്കെ അത് വിട്. ആ ക്യാപ്ഷനാണ് അവർ മെയിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടായ ഇതാണ്, കാരണം അതിനകത്ത് തന്നെ അവർ ജീവിക്കുക സത്യത്തിലാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇത്രയും ടാലൻറ്റും ഇത്രയും ഇതായിട്ടുള്ള ഒരാൾ, ഓക്കെ സൗന്ദര്യത്തിൻ്റെ വിഷയമാണോ അല്ലെങ്കിൽ എന്താ അവരുടെ വണ്ണത്തിൻ്റെ ഇതാണോ എനിക്കറിയത്തില്ല. അവരെ ഈ ഒക്കെ അതിനകത്ത് ആൾക്കാർ ഇത് വെച്ച് മാറ്റുവാണെങ്കിൽ ഭയങ്കര മോശമാണ് സത്യം പറഞ്ഞല്ല. ഇതിനകത്ത് ഈ മേഡം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു മല്ലിക സുമാരനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇനി അവരാണോ ഇതിൻ്റെ പിന്നിലൊന്നും നമുക്ക് അറിയത്തില്ല സത്യാവസ്ഥ എന്താണെന്നൊക്കെ. ഞാൻ ഈ അമൃതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പിന്നെ അറിയാവുന്ന ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ടാലൻ്റ്. അച്ഛൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഇത് അച്ഛൻ്റെ മോൾ, നമ്മൾ സിനിമയ്ക്കത് അച്ഛൻ്റെ ഗുണം കാണിക്കത്തില്ലേ, അത് ഇത് തന്നെ പക്ക. ഞാൻ ഷോക്ക്, ഞാൻ കുത്തിയിരുന്ന് പിന്നെ അവരെ കുറച്ച് റീൽസൊക്കെ കാണാൻ തുടങ്ങി. നല്ല അടിപൊളി ടാലൻറ്റ്. പിന്നെ പഴയ വീഡിയോസ് ഡാൻസും ഒക്കെ ഇരുന്നൊക്കെ ഞാൻ കുറേ ഇരുന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 5 എപ്പിസോഡ് ഷൂട്ടും ചെയ്ത് നമ്മൾ തന്നെ ഇപ്പോൾ ഒരു കൊച്ചു വെച്ച ചില ആൾക്കാർ അറിയില്ല, ആ ചെറിയൊരു വേഷം കിട്ടിയടാ ട്യൂട്ടറി പറഞ്ഞോടാ പോടാ നമുക്കൊന്ന് പോയി പടമൊക്കെ ഒന്ന് കാണാൻ, നമ്മളെല്ലാ ഫ്രണ്ട്സിനോടും പറയത്തില്ല ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം 10 വ്യൂ കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരും പത്തായടാ എന്നും പറഞ്ഞ് അത്രയ്ക്ക് സന്തോഷിച്ച ഒരാളാണ് ഞാൻ. പറഞ്ഞു മനസ്സിലായി നമ്മൾ അത്. അപ്പം അവരുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങോട്ട് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടോ? ഇതിൻ്റെ കൂടുതൽ വിവരം എനിക്ക് അറിയത്തില്ല. ഞാൻ കുറേയൊക്കെ തപ്പി പിടിച്ചിട്ടാണ് ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തത്. പിന്നെ ഈ കുട്ടിക്ക് തന്നെ ഗിന്നസിലാണ് ഇത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കുട്ടിയല്ല ചേച്ചിയാന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കുറച്ചും കൂടെ അറിയണമെന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ തന്നാൽ അത്ര ഇതായിരിക്കും. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ണൻ സാറിൻ്റെ മോളെ എൻ്റെ എടുത്ത് പറയല്ല, നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട്, നിങ്ങൾ ഒരു കഥ അങ്ങ് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്തേ, നിങ്ങൾ തന്നെ ഒരു വെബ് സീരീസ് തുടങ്ങുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ ചെയ്യ്. എന്തിനാ? അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരം എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ കാണുവാണെങ്കിൽ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ ഈ മഞ്ജു പത്രോസ് ചേച്ചിയൊക്കെ എനിക്ക് കുട്ടിയുടെ ഓരോ വീഡിയോസിനൊക്കെ നല്ല കമൻസും കാര്യങ്ങളൊക്കെ, അവർക്കൊക്കെ എന്തോ വിഷയമുണ്ട് ഇതിനകത്ത്. ഈ മേഡം 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 എന്ന് പറയുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുന്നത്. സത്യത്തിൽ നമുക്ക് ഇതിലോട്ടൊന്നും ആൾക്കാർ കൂടുതൽ പരിചയവും കാര്യങ്ങളും ഒന്നുമില്ല. യൂട്യൂബേഴ്സ് ആണെങ്കിൽ കുറച്ച് പേരെ അറിയാം. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും സംഭവം നോക്കട്ടെ. എന്തായാലും ആദ്യം മുതൽ ഞാൻ ഈ ചേച്ചിൻ്റെ അഭിനയം കാര്യങ്ങളിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടുതരാം. പിന്നെ ടാലൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ പാട്ട്, ഞാനൊരു പാട്ട് വെച്ച് തന്നിട്ട് അങ്ങ് നിർത്താം. അപ്പോൾ നിങ്ങൾ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തേര്. ഓക്കെ, സൈഡിൽ നമുക്ക് പാട്ടും കൂടെ വെക്കാം. ഇവരുടെ ബൈ. ചിന്തന ചോലത ചന്താരകൾ ചോക്കണതോ മതയാനകൾ നവകരിമ്പുലി കളിവാഴണ കാനനമോ കരിന്തേനുകൾ വള്ളിക്കരാളികൾ കരിമൂടിയ വേടനിതോ നരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ ദിം ദിം തകദിം തകദിം തനദിം ദേ തനദിം തകതോ തനതോ തനദിം തകദിം തകദിം ദിം തനദിം തന